ചില്ലറ സീസൺ അല്ല മക്കളെ, തീയാണ്, തീ പരീക്ഷയാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ അഖിൽ മാരാര് ഇതിൽ വരും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ചാൻസ് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അഖിൽ മാരാര് വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഒരു നിലപാടില്ലാത്ത ആളാണ്. ഇപ്പൊ BJP-യിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു കറങ്ങി വീണ്ടും തറവാട്ടിലേക്ക് തന്നെ വന്നു. ബിഗ് ബോസിലേക്കേ വരുത്തില്ല എന്ന് പറഞ്ഞ അഖിൽ മാരാരാണ്. ഓക്കെ, ആ വിഷയം നമുക്ക് വിടാം. എന്തായാലും അഖിൽ മാരാര് വരുന്നുണ്ട്. പക്ഷേ ബാക്കി 2 പേര് അവര് തീപ്പൊരിയാണ്. ഒന്ന് രഞ്ജിനി ഹരിദാസ്. നമ്മുടെ ഡൽഹിയിലൊക്കെ പോയി ആള് ഭയങ്കര ആവേശത്തോടൊക്കെ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നാട്ടിലേക്ക് എത്തിയോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇതുവരെ തിരിച്ചെത്തിയില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. ഏതായാലും രഞ്ജിനിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇതുവരെ ഏഷ്യാനെറ്റിലൂടെയാണ് രഞ്ജിനി ഇത്ര ഹിറ്റായത്. ആങ്കറിംഗ് എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് രഞ്ജിനിയെ നന്നായിട്ട് അറിയാം. അതുപോലെ ഇത് ആങ്കറായിട്ടല്ല വരുന്നത്, ജഡ്ജായിട്ടാണ് വരുന്നത്. അതും അഖിൽ മാരാരും ആ പാനലിൽ ഇരിപ്പുണ്ട്. ഇനി റിയാസ് സലീം, എനിക്കൊന്നും പറയാനില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഈ പറയുന്ന രഞ്ജിനി, റിയാസ് സലീം, അഖിൽ മാരാർ, ഇവര് 3 പേരുടെയും 3 വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഇവര് 3 പേരും ജഡ്ജായിട്ട് ഒരേ പാനലിൽ വരുമ്പോഴത്തേക്കും ഒരു സാധാരണക്കാരൻ ഇവരുടെ 3 പേരുടെ ഇടയിൽ ഇട്ട് കൊടുത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ശരി, ഈ അഖിൽ മാരാറിനെ കൊണ്ടുവന്നതിന്റെ ഒരു റിയൽ റീസൺ എന്താണെന്നറിയോ? ഈ നിലപാടില്ലാത്ത അഖിൽ മാരാറിന്റെ മണ്ടക്കടിക്കാൻ വേണ്ടിയിട്ടാണ് രഞ്ജിനിയും റിയാസും മിക്കവാറും വരാനുള്ള ചാൻസ്. അങ്ങനെയായിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഇടയിൽ പാവപ്പെട്ട കുറച്ച് 40 പേരുണ്ട്. അവർ 21 ദിവസം എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് തന്നെ ഈ 3 ജഡ്ജസ് ആണ് എന്നുള്ളത് തുടക്കമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.